കൂടെ ഇങ്ങനെ തൊണ്ടവേദനയും, തൊണ്ടയിലൊരു തടസ്സവും, തൊണ്ടയിലൊരു കരകരപ്പും, ടോൺസിലൈറ്റിസ്, ചെറുതായിട്ട് പനിക്കോളും, ഇത്തരം പ്രശ്നങ്ങൾ കൂടെ അനുഭവിച്ചു വരുന്നവരാണോ നിങ്ങൾ ഇതിനായിട്ട് പല ടെസ്റ്റുകൾ, പല ടെമ്പററി റിലീഫ് മാത്രം കിട്ടുന്ന പലതരത്തിലുള്ള മരുന്നുകൾ, അതുവഴി പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ച് പരീക്ഷിച്ച് മടുത്തവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയായിരിക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം രോഗാവസ്ഥകൾക്ക് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളതെന്നും അതിന് നിങ്ങൾ നിത്യജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, ഭക്ഷണ രീതികളിലും ജീവിത രീതികളിലും വരുത്തേണ്ട മാറ്റങ്ങൾ, ഒപ്പം തന്നെ ചില പൊടിക്കൈകൾ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ താൽക്കാലിക ആശ്വാസത്തിന് പ്രയോഗിച്ച് നോക്കാവുന്ന ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇതിന് ഫലം കണ്ടേക്കാം. തീർച്ചയായിട്ടും ഇത് ഒരാഴ്ച വരെ പരീക്ഷിച്ച് നോക്കിയിട്ട് കാര്യമായ മാറ്റം കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ ശീലിക്കേണ്ടതാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ആണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഡോക്ടർ സേവ്യർ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആയുർവേദ രീതിയിൽ ഇത് ശരീരത്തിൽ ഒരു നീർക്കെട്ട് ഉണ്ടാവുകയാണ്. അത് ഗളകണ്ഠം, നമ്മുടെ ത്രോട്ടിനെ ആശ്രയിച്ച് ആ നീർക്കെട്ട് സംജാതമാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലക്ഷണങ്ങളാണ് ഈ സോർ ത്രോട്ട്, അതല്ലെങ്കിൽ ശബ്ദമടയ, ഉമിനീര് ഇറക്കുമ്പോൾ വേദന, ടോൺസിലൈറ്റിസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ. ഇതിനൊക്കെ ആയിട്ട് ഇരട്ടി മധുരം കൊണ്ടും മഞ്ഞൾ കൊണ്ടും അതുപോലെ തേനും ത്രിഫലയും ഒക്കെ ചേർത്ത് ചില പൊടിക്കൈകളും ആയുർവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ മെഡിസിൻസ് കൊണ്ടുള്ള ചികിത്സാ രീതികളും പഞ്ചകർമ്മ ചികിത്സാ രീതികൾ പോലും ഇത്തരം രോഗാവസ്ഥകൾക്ക് ആവശ്യമായിട്ട് വരുന്നതാണെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് 5000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഈ സോർ ത്രോട്ടിന് കണ്ഠശൂല എന്നാണ് സംസ്കൃതത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഈ വിളിക്കുന്ന ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷന് തുണ്ടികേരി എന്നാണ് സംസ്കൃത പദം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് തീർച്ചയായിട്ടും അവിടെ ആമാവസ്ഥ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ വാതകഫ ദോഷങ്ങൾക്ക് വർധനവ് അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും വർദ്ധിച്ചിരിക്കുന്ന വാദദോഷത്തെയും കഫദോഷത്തെയും ശമിപ്പിക്കുന്നതിനും വേണ്ട രീതിയിലായിരിക്കണം ചികിത്സകളും ഔഷധങ്ങളും ഭക്ഷണ രീതികളും ജീവിത രീതികളും എല്ലാം തന്നെ. ഇത്തരം പ്രശ്നങ്ങൾ, സോർ ത്രോട്ട്, ടോൺസിലൈറ്റിസ്, ഇത്തരം പോലുള്ള പ്രശ്നങ്ങൾ ശരീരത്തെ ബാധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ നിങ്ങൾ അമിതമായിട്ട് മധുര പലഹാരങ്ങൾ ഉപയോഗിക്കുക, അമിതമായിട്ട് ഓയിലി ഫ്രൈഡ് ഐറ്റംസും ബേക്കറി സംഗതികളും ജങ്ക് ഫുഡും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ടാകാം. അതുപോലെ തണുപ്പേറിയ ആഹാര സാധനങ്ങൾ പതിവായിട്ട് കൂടുതലായിട്ട് അമിതമായിട്ട് ഭക്ഷിക്കാനായിട്ട് വരിക. കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമും തണുത്ത വെള്ളവും തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും തണുത്ത കാറ്റേൽക്കുന്നതും മഞ്ഞു കൊള്ളുന്നതും ഇതൊക്കെ ഇത്തരക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം ഇതൊരു ശരീരപ്രകൃതിയാണ്. നിങ്ങളുടെ ദേഹം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തണുപ്പ് കാലാവസ്ഥയും തണുത്ത ഭക്ഷണങ്ങളും തണുത്ത പാനീയങ്ങളും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളതല്ല, വിധിച്ചിട്ടുള്ളതല്ല. അത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. കാരണം നിങ്ങളെ ഈ രോഗാവസ്ഥ ബാധിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ ശമിച്ചു തുടങ്ങും. ഇത്തരക്കാർക്ക് പാല് കുടിക്കുന്നോണ്ടോ കാച്ചിയ മോര് കഴിക്കുന്നോണ്ടോ ഒന്നും കാര്യമായ ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ വെണ്ണയും നെയ്യും തൈരും ഇതൊക്കെ അമിതമായിട്ട് നിത്യേന ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം ഇതിനൊരു കാരണമാവുന്നുണ്ട്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള വായു ശ്വസിക്കുന്നത് വഴി, അതല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് വഴി ഇതൊക്കെ നിങ്ങളെ ബാധിച്ചേക്കാം. മറ്റ് 2 പ്രധാന സംഗതികൾ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് വൃത്തിഹീനമായ സാഹചര്യങ്ങൾ. നിങ്ങൾ പേഴ്സണൽ ഹൈജീൻ പാലിക്കാതിരിക്കുക, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ കൈ കഴുകാതിരിക്കുക, കുളിക്കാനൊക്കെ മടി, അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വൃത്തിയുള്ളതല്ലാതിരിക്കുക, വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ദഹനശക്തി കുറവ്, ദഹനമില്ലായ്മ, വിശപ്പില്ലായ്മ. ഇതും ഇത്തരം രോഗലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം. അടുത്തതായിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഇതിന് സഹായകരമായ ചില പൊടിക്കൈകൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രയോഗിച്ചു നോക്കാവുന്നത്, അതല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പതിവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിത്യജീവിതത്തിൽ ശീലിക്കാവുന്ന ചില സംഗതികളോട് പറഞ്ഞു നോക്കാം. ഇതൊരു താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്. ഇതിന് ശാശ്വത പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. വേണ്ടതായ ഔഷധങ്ങൾ നിങ്ങളുടെ ദേഹപ്രകൃതിക്കും ദോഷസ്ഥിതിക്കും അനുസരിച്ചുള്ള ഭക്ഷണ രീതികളും ജീവിത രീതികളും ശീലിക്കാനായിട്ട് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരം ടോൺസിലൈറ്റിസോ സൈനുസൈറ്റിസോ സോർ ത്രോട്ടോ ഇതൊക്കെ കൂടെ പതിവായിട്ട് നിങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യേന ശീലിച്ചിരിക്കേണ്ട ഒരു ഗോൾഡൻ മിൽക്ക് ഇവിടെ പറയാം. അത് തയ്യാറാക്കാനായിട്ട് 1 ഗ്ലാസ് ശുദ്ധമായ പശുവും പാലോ, ഇനി അതല്ലെങ്കിൽ സോയാ മിൽക്കോ, അതല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക്, ബദാം മിൽക്കോ എടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒപ്പം തന്നെ 1 നുള്ള് 1-2 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് തിളപ്പിക്കുക. എന്നിട്ട് ആ പാല് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടോ അതല്ലെങ്കിൽ ഡിന്നറിന് 1 മണിക്കൂർ മുൻപായിട്ടോ കഴിക്കാവുന്നതാണ്. ഇത് പതിവായിട്ട് ശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം സോർ ത്രോട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ തടയുന്നതിനും ഒരു പരിധിവരെ സഹായകരമാവുന്നതാണ്. ഇനി മറ്റൊരു പ്രയോഗം, ഇത്തരം തൊണ്ടയടപ്പ്, ശബ്ദമടപ്പ്, കരകരപ്പ്, സോർ ത്രോട്ട് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരട്ടി മധുരം ലിക്കോറിസ് ഇതൊരു 5-10 ഗ്രാം 1-2 തണ്ട് എടുക്കുക. ഇത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ചതച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പൊ അതൊരു ഏകദേശം 1 ഗ്ലാസ് ആയിട്ട് പറ്റും. ഇതിങ്ങനെ ചൂടോടെ അരിച്ചെടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഫ്ലാസ്കിൽ സൂക്ഷിക്കാം. എന്നിട്ട് സിപ്പായിട്ട് പലവട്ടായിട്ട് കുടിക്കുന്നത് ഈ സോർ ത്രോട്ട് കുറഞ്ഞു വരുന്നതിന് സഹായകരമാവുന്നതാണ്. ഇരട്ടി മധുരം ലിക്കോറിസ് നിങ്ങൾക്ക് അങ്ങാടി വരുന്ന കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആമസോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ലിക്കോറിസ് ഇരട്ടി മധുരത്തിന്റെ വേര് വാങ്ങിക്കാനായിട്ട്
കിട്ടും. ഇനി അതല്ലെങ്കിൽ ഇരട്ടി മധുര ചൂർണം ലഭ്യമാണ്, അതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചൂർണമാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ 1-1.5 ടീസ്പൂൺ ഇരട്ടി മധുരത്തിന്റെ ചൂർണം 1-2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. പകുതിയായിട്ട് വറ്റിച്ചതിന് ശേഷം അരിച്ചെടുത്ത് ഈ രീതിയിൽ പല വട്ടമായിട്ട് ഒരു ദിവസം കൊണ്ട് കുടിച്ചു തീർക്കുന്നത് ഈ തൊണ്ടയടപ്പും കരകരപ്പും ശബ്ദമടപ്പും ഒക്കെ കുറഞ്ഞു വരുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാണെന്നാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ശരീരത്തിൽ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും, ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട് തോന്നുകയാണെങ്കിലും, പനിക്കോൾ ഉണ്ടെങ്കിലും, ദഹന തകരാറുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഇത്തരം സോർ ത്രോട്ടും സൈനസൈറ്റിസും ടോൺസിലൈറ്റിസും ശബ്ദമടപ്പമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു പിടി കൃഷ്ണ തുളസിയുടെ, കറുത്ത തുളസിയുടെ ഇല പൊട്ടിച്ചെടുക്കുക. അതൊന്ന് ചതച്ചിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അതിലേക്ക് ഒരു 2-3 മണി കുരുമുളകും കൂടെ ചതച്ചിടാം. നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് അരിച്ചെടുത്തിട്ട് അത് പലവട്ടമായിട്ട് ഒരു ദിവസം കൊണ്ട് കുറേശ്ശെ കുടിച്ചു തീർക്കുന്നത് ഈ തൊണ്ടയടപ്പിനും പനിക്കോളിനും ദഹനമില്ലായ്മയ്ക്കും ശരീരത്തിൽ എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആരംഭഘട്ടത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാണെന്നാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മിക്കവാറും ഇത്തരം ലക്ഷണങ്ങളൊക്കെ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ ഉണരാൻ സമയത്താണ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാൻ, അനുഭവിച്ചു തുടങ്ങാം. ആ സമയത്ത് തന്നെ ഇന്ദുപ്പ് കിട്ടുമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇന്ദുപ്പ് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി ചേർക്കുക. എന്നിട്ട് അത് കുറേശ്ശെയായിട്ട് പലവട്ടമായിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു 3-4 തവണ ഇളം ചൂടുവെള്ളം വേണം. അതിങ്ങനെ ഗാർഗിൾ ചെയ്ത് കൗൾ കൊണ്ട് തുപ്പിക്കളയാം. ഇത് തൊണ്ടയിലുണ്ടാവുന്ന ആ ഇൻഫെക്ഷനും തൊണ്ടയിലുണ്ടാവുന്ന ആ നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിനും പലതരത്തിലുള്ള ബാക്ടീരിയകളുടെ ആക്രമണത്തെ തടയുന്നതിനും സഹായകരമാണെന്നാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ അവിടെ വാതകപദോഷങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, ആമാവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും ആ നീർക്കെട്ട് ഇല്ലാതാക്കുന്നതിനും ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ തൊണ്ടവേദന കുറച്ചു കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ ഈ പറയാൻ പോകുന്ന പൊടിക്കൈക്ക് ഒരു ആന്റി ബാക്ടീരിയൽ എഫക്റ്റും കൂടി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്നതാണ്. ആരംഭഘട്ടത്തിൽ തന്നെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനായിട്ട് ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത്, ശുദ്ധമായ തേനും കൂടെ ചേർത്ത് ചാലിച്ചിട്ട് ദിവസം 3 നേരം പതിവായിട്ട് സേവിക്കുന്നത് ശബ്ദമടപ്പും തൊണ്ടവേദനയൊക്കെ കുറച്ചു കൊണ്ടുവരുന്നതിന് നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിത്യേന ശീലിക്കാവുന്ന മറ്റൊരു സംഗതിയാണ് ത്രിഫലാചൂർണം, അതല്ലെങ്കിൽ വരാചൂർണം. ആയുർവേദ മരുന്ന് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് 1-1.5 ടീസ്പൂൺ എടുക്കുക. അതൊരു കഷ്ടി ഒരു 1/4 ഗ്ലാസോ 1/2 ഗ്ലാസോ നല്ല തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കലക്കി ചേർത്തിട്ട് സഹിക്കാവുന്ന ചൂടോടെ ഡിന്നർ കഴിഞ്ഞ് ഒരു 1 മണിക്കൂറിന് ശേഷമോ അതല്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുൻപോ ഇത് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ദഹനേന്ദ്രിയ വ്യൂഹത്തെ ശുദ്ധീകരിക്കുന്നതിന്, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നതിന്, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ തടയുന്നതിന്, അതുവഴി ഇത്തരം രോഗലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിനും സഹായകരമാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ശോധനയും മോഷനും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇത് സേവിക്കാവുന്നതാണ്. 3-4 തവണയിൽ കൂടുതൽ മോഷൻ പോകുന്നുണ്ടെങ്കിൽ ഈ ചൂർണത്തിന്റെ അളവ് പരിമിതപ്പെടുത്തേണ്ടതാണ്. കൂടുതൽ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായിട്ട് അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ഭക്ഷണരീതികളിൽ വരുത്തേണ്ടതായ ചില മാറ്റങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ ചില സംഗതികൾ കൂടെ പറയാം. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സംഗതികൾ, ദഹിക്കാൻ പ്രയാസമുള്ള ഹെവി ആയിട്ടുള്ള സംഗതികൾ, ഫ്രൈഡ് റൈസും ഉഴുന്നുവടയും പഴംപൊരിയും പരിപ്പുവടയും ഇത്തരം സംഗതികളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ബേക്കറി സാധനങ്ങളും ജങ്ക് ഫുഡ് ഒഴിവാക്കണം. എന്നിട്ട് എളുപ്പം ദഹിക്കുന്ന നന്നായിട്ട് പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളയപ്പവും നൂലപ്പവും ഇടിയപ്പവും പൊടിയരിക്കഞ്ഞിയും ഒക്കെ കഴിക്കാവുന്നതാണ്. ബോയിൽഡ് വെജിറ്റബിൾസും വെജിറ്റബിൾ സൂപ്സും കഴിക്കാവുന്നതാണ്. തണുപ്പ് ഉളവാക്കുന്ന തണുത്ത സംഗതികൾ, ഫ്രിഡ്ജിലെ സംഗതികളും, കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇത്തരം സംഗതികളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ചുക്കും കുരുമുളകും ജീരകവും മഞ്ഞളും വെളുത്തുള്ളിയും തുളസിയിലയും ഇതെല്ലാം കൂടെ ചതച്ചിട്ട് വെന്ത വെള്ളം അരിച്ചെടുത്ത് വെച്ചിട്ട് ദിവസം പലവട്ടമായിട്ട് കുടിക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ഏകദേശം ഒരു പിടി മാക്സിമം അത് ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. 15-20 മിനിറ്റ് തിളച്ചതിന് ശേഷം ആ ചണ്ടി അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം ഒരു ദിവസം കൊണ്ട് പലവട്ടമായിട്ട് കുറേശ്ശെ ഇളം ചൂടോടെ കുടിച്ചു തീർക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടുന്നതിന് സഹായകരമാകുന്നതാണ്. അതുപോലെ ജീവിത രീതികളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം പ്രശ്നങ്ങൾ കൂടെ വരുന്നവരാണെങ്കിൽ ഈ നാച്ചുറൽ അർജസ് തടയുന്ന പതിവാണെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങൾ മലമൂത്ര വിസർജനം കൃത്യമായിട്ട് നടക്കണം. അതുപോലെ തുമ്മല്, ചുമ, എക്കിട്ടം ഇത്തരം സംഗതികളൊന്നും തടയാൻ പാടുള്ളതല്ല. അതും ഇത്തരം രോഗാവസ്ഥകളിലേക്ക് നയിച്ചേക്കാം. ഇത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ഒരുപാട് പൊടിയും പുകപടലങ്ങളും ഒന്നും നിങ്ങൾക്ക് അനുയോജ്യമല്ല. അന്തരീക്ഷ മലിനീകരണം നിങ്ങൾക്ക് അനുയോജ്യമല്ല. അതുപോലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കുളിക്കാനും കുടിക്കാനും ഭക്ഷണവും എല്ലാം തന്നെ ചൂടോടെ ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തണുപ്പ് തട്ടാതിരിക്കാനും മഞ്ഞു കൊള്ളാതിരിക്കുന്നതിനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗാഭ്യാസ മുറകളും പ്രാണായാമവും ഒക്കെ നിത്യേന ശീലിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. അതുപോലെ മങ്കി ക്യാപ്പ്, മഫ്ലർ ഇത്തരം സംഗതികളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഫാനിന്റെ നേരെ താഴെ കിടക്കാതിരിക്കുക. ബൈക്കിലൊക്കെ കാറ്റടിച്ചുകൊണ്ടുള്ള യാത്ര നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കില്ല. പതിവായിട്ട് നിത്യേന നെറുകയിൽ തല കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും നെറുകയിൽ രാസനാദി പൊടി തിരുമുന്നത് ശീലാക്കുക. തലകുളി കുറയ്ക്കുക. ആഴ്ചയിൽ 2-3 തലകുളി മതിയാവും. അത് നട്ടുച്ചയ്ക്ക് നട്ടപാതിരിക്കൊന്നും തല കുളിക്കാതിരിക്കുക. ഒന്നുകിൽ രാവിലെ വെയിൽ ചൂടാകുന്നതിന് മുൻപ് കുളിക്കണം, അതല്ലെങ്കിൽ വൈകിട്ട് വെയിലാറി ഇരുട്ട് വീഴുന്നതിന് മുമ്പുള്ള സമയത്ത് തല കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ തല കുളിച്ച് പുറത്തിറങ്ങി വെയിൽ കൊള്ളുന്നതും ഇത്തരം രോഗലക്ഷണങ്ങൾ ട്രിഗർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളും ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം ലക്ഷണങ്ങൾ കൂടെ വരുന്നവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഇളക്കി ചേർത്തിട്ട് രാവിലെ പല്ല്
പല്ലുതേപ്പ് കഴിഞ്ഞാൽ 1-2 തവണ പതിവായിട്ട് ഇളം ചൂടോടെ ഗാർഗിൾ ചെയ്യുന്നത് ശീലമാക്കുന്നത് ഇത്തരക്കാർക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെടുത്തുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്തരം അറിവുകൾ പതിവായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.